നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ, പോക്സോ കേസിൽ ഒരു മദ്രസ അധ്യാപകന് 20 വർഷം ശിക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത ആ, ഇതിനു മുമ്പ് വാർത്ത ഞാൻ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ പോക്സോ കേസുകളും ശരിക്കുള്ള കേസല്ല, വ്യാജ കേസുകളാണ്. അത്തരത്തിൽ വ്യാജ കേസുകൾ തുറന്നു കാണിച്ചത് കൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകളൊക്കെ പിന്നെ വ്യാജമാണ് എന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിട്ടുമുണ്ട്. പക്ഷെ കോടതി വെറുതെ വിടുന്നതിന് മുമ്പ് ഞാൻ അനുഭവിച്ച പ്രയാസങ്ങള്, കേസുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭവിഷ്യത്ത് നല്ലോണം അറിയാവുന്നത് കൊണ്ട് ഇപ്പോ ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടതുള്ളത് കൊണ്ടും ചില കാര്യങ്ങൾ മിണ്ടാതിരിക്കണം ഇപ്പോ. പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ പോക്സോയുമായിട്ട് ബന്ധപ്പെട്ടാട്ടല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മുസ്ലിം മതവിഭാഗങ്ങളിലെ ഭിന്നത. മുസ്ലിം മതവിഭാഗം എന്ന് പറയുന്നത് നമ്മൾ തോന്നും മൊത്തത്തിൽ ഒരു മുസ്ലിം ഒരു വിഭാഗമാണ് എന്ന്. അല്ല, മുസ്ലിങ്ങളിൽ പല വിഭാഗങ്ങളുണ്ട്. ഉദാഹരണം സുന്നി, ഷിയ, മുജാഹിദ് തന്നെ രണ്ടോ മൂന്നോ രീതിയുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, പിന്നെ എന്തൊക്കെയോ കുറെ ഉണ്ട്. ഈ സുന്നികളിൽ തന്നെ AP വിഭാഗവും EK വിഭാഗവും തമ്മിൽ യോജിക്കൂല. പിന്നെ ഇത് രണ്ടുമല്ലാത്തത് വേറെ യോജിക്കുന്നില്ല. ഇങ്ങനെ എന്തൊക്കെ കുറെ വിഭാഗങ്ങൾ. ഇവിടെ മുസ്ലിം എന്ന പേര് പറയുമെങ്കിലും ഈ മുസ്ലിങ്ങളെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ പള്ളികളിൽ വെള്ളിയാഴ്ച മെമ്പറിൽ നിന്ന് കുത്തുബയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥന ഉണ്ട് അവസാനത്തെ. ആ ഒരു പ്രാർത്ഥനയിൽ ആ സമയത്ത് ഫലസ്തീനെ കുറിച്ച് പ്രാർത്ഥിക്കും. ഫലസ്തീനില് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. പക്ഷെ ഫലസ്തീനെ കുറിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ അതുപോലെ തന്നെ ഇറാൻ ഒരു മുസ്ലിം രാജ്യമല്ലേ, ഇറാനെ കുറിച്ച് പ്രാർത്ഥിക്കില്ല. കാരണം ഇറാനിൽ ഷിയ മുസ്ലിങ്ങളാണ്. ഷിയ മുസ്ലിങ്ങള് സുന്നി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നതുപോലെ നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള ഒരുപാട് വിഭാഗീയതയുണ്ട്. ഞാൻ ഈ പോക്സോ കേസിന്റെ കാര്യം പറയുന്നത്. അതായത് ഇപ്പോ മുജാഹിദ് വിഭാഗത്തിന്റെ മദ്രസയിൽ ഒരു കാരണവശാലും മറ്റൊരു വിഭാഗവും പോയി കുട്ടികളും പോയി ആ മദ്രസയിൽ പഠിക്കില്ല. ഇത് വസ്തുതയാണ്. സുന്നി EK വിഭാഗത്തിന്റെ മദ്രസയിൽ AP വിഭാഗക്കാർ പോവില്ല, AP വിഭാഗത്തിന്റെ EK വിഭാഗക്കാർ പോവില്ല. ഇനി അഥവാ യാത്ര ചെയ്യുന്ന സമയത്ത് ഇനി വെള്ളിയാഴ്ച നിസ്കാരത്തിന് കയറുമെന്നല്ലാതെ മദ്രസകൾ ഒരിക്കലും പരസ്പരം ഷെയർ ചെയ്യില്ല. അവർ ജമാഅത്തെ ഇസ്ലാമിന്റെ മതപഠന ശാലയിൽ ഒരിക്കലും മറ്റുള്ള വിഭാഗങ്ങൾ പോവില്ല. അതായത് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യത്യസ്ത ആശയക്കാരാണത്. ഈ ആശയക്കാരായതുകൊണ്ട് തന്നെ ഈ പോക്സോ കേസിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടുത്തെ വാദം എന്താണ് വസ്തുത എന്ന് എനിക്കറിയില്ല, കോടതിക്ക് ഇതൊന്നും അറിയില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗമാണ്. കോടതിയിൽ എത്തുന്ന തെളിവുകൾ, സാക്ഷികൾ, സാക്ഷിമൊഴികൾ, അതിനനുസരിച്ച് കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനിങ്ങപ്പുറം മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യാജ കേസ് ഒരാൾക്കെതിരെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അല്ല, ഞാനല്ലാതെ ചെയ്തത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആ പ്രതിയായി വരുന്ന ആളിലായതുകൊണ്ട് പല നിരപരാധികളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വളരെ സത്യമാണ്. ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 80% മേലെ കേസുകൾ ഇത്തരത്തിൽ കള്ളക്കേസുകൾ ചമച്ചു വെച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിവാദമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഞാൻ ആ കേസുകൾ ഏതൊക്കെയെന്ന് പറയുന്നില്ല, നിയമം എന്നെ അനുവദിക്കുന്നില്ല. ഒരുപാട് വലിയ വലിയ കേസുകളുണ്ട്, വിവാദമായിട്ടുള്ള കേസുകൾ. അതിൽ ഒട്ടുമുക്കാൽ കേസുകളും കള്ളക്കേസുകളാണ്. വളരെ ചുരുങ്ങിയ ചില കേസുകൾ മാത്രമേ നേരിൽ പറ്റിയത് ഉണ്ട് എന്ന് സംശയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ മറ്റൊരു പ്രമാദമായിട്ടൊരു കേസുണ്ട്, അതും വ്യാജ കേസാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ചില നാൾ വഴികൾ അന്വേഷിക്കുമ്പോൾ അത് അങ്ങനെയാണ്. ഇവിടെ ഞാൻ ഈ മദ്രസ അധ്യാപകന്റെ കാര്യം പറയുന്നത്, ഈ മദ്രസ അധ്യാപകൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണ് എന്നാണ് പറയുന്നത്. ഇത് ഏതാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്നുകിൽ കുട്ടി സുന്നിയാണെന്നുണ്ടെങ്കിൽ ഇയാൾ വല്ല മുജാഹിദോ ജമാഅത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ കുട്ടി ഒരു ജമാഅത്താണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ മുജാഹിദോ സുന്നിയോ എന്തെങ്കിലും ആയിരിക്കാം. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ്. അതായത് കുട്ടി ഒരു വിഭാഗമാണ്, ഈ മദ്രസ അധ്യാപകൻ മറ്റൊരു വിഭാഗമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ മദ്രസയിൽ ആ കുട്ടി പഠിക്കാൻ സാധ്യതയില്ല. അവിടെ വെച്ച് അത്തരത്തിലുള്ള സംഗമം ഉണ്ടാകാൻ സാധ്യതയില്ല, ഒരു പീഡനവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ഈ വിഭാഗങ്ങൾ തമ്മിൽ ഐക്യതയില്ല. മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, മുസ്ലിം ഉമ്മത്തുകൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവറ്റകൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഒരു കൂട്ടർ പറയുന്നു ബാക്കിയുള്ളവർ മുഴുവൻ നരകത്തിൽ. പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ സ്വർഗത്തില്, ഹിന്ദുക്കൾ മുഴുവൻ നരകത്തിൽ. അങ്ങനെയാണല്ലോ ഇവിടെ വിഭാഗ്യത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അത് മുസ്ലിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ EK മാത്രം സ്വർഗത്തിൽ, ബാക്കി AP മുജാഹിദും തബ്ലീഗും എല്ലാം അവരെല്ലാം നരകത്തിൽ. EK പറയും AP AP മറ്റുള്ളവരെല്ലാവരും നരകത്തിൽ, ബാക്കിയുള്ളവരുടെ സ്വർഗത്തിൽ. ഇനി മുജാഹിദ് പറയും മുജാഹിദിന്റെ ഇന്ന വിഭാഗക്കാരും പിന്നെ തബ്ലീഗുകാരും ജമാഅത്തുകാരും മറ്റുള്ളവരെല്ലാവരും മറ്റൊരു ഇതിൽ. ഇനി രസം ഇതല്ല,
ഇവർ അള്ളാന്റെ പള്ളി എന്ന് പറയുന്നെങ്കിലും ഈ പള്ളികൾ പോലും വേറെ വേറെ പള്ളിയാണ്. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും, ചിലത് സലഫി പള്ളി ഉണ്ടാവും, ചിലപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളി, ഇതൊക്കെ വേറെ വേറെ രീതിയാണ്. സുന്നിപ്പള്ളി ഇതൊക്കെ ഇത് പരസ്പരം പള്ളികളിൽ പോലും ചിലപ്പോൾ കയറാറില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ രീതിയിൽ വിഭാഗീയത വരുമ്പോൾ മുസ്ലിം വിഭാഗം തന്നെ വേറിട്ട് വൈരാഗ്യ ബുദ്ധിയോടെയാണ് അവർ അവരുടെ വിശ്വാസം പോലും കൊണ്ടു നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കേസ് പോക്സോ കേസാണ് എന്ന് വെച്ചുകൊണ്ടെടുത്ത് തലയിൽ വെച്ചു കൊടുത്തതാകാൻ സാധ്യതയുണ്ട്. ആ പാവത്തിന് അത് തെളിയിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ തെളിയിക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ നമുക്ക് കയറിയാൽ ബസ് ടിക്കറ്റ് കിട്ടും. തീവണ്ടി കയറി കഴിഞ്ഞ് തീവണ്ടി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ തെളിവുണ്ടാവും. മാത്രമല്ല നമ്മൾ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടാവും, അതിന്റെ യാത്ര അതൊക്കെ രേഖകളെല്ലാം ഉണ്ടാവും. അതിനെ ആരെങ്കിലും ഒരു പക്ഷെ കൊണ്ടുപോയെന്ന് പറയാം. പക്ഷെ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്താണ് പോയെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് പിന്നെ ബസ്സിലൊക്കെ ഇപ്പൊ മിക്കവാറും CCTV ദൃശ്യങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ പോയി വന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്നാൽ പോയില്ല എന്ന് എങ്ങനെ തെളിയിക്കും? ആലോചിച്ച് നോക്കൂ. നമ്മൾ ഫോണ് വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? ഫോൺ വെച്ചിട്ട് ഫോണില്ലാതെ നമുക്ക് പോയി വന്നൂടെ? അതായത് പോയില്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ, തൃശ്ശൂരേക്ക് പോയില്ല എന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പോയില്ല എന്ന് പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടി വരും. അതേപോലെയാണ് ഈ പോക്സോ കേസിന്റെ കഥ എന്ന് പറഞ്ഞത്. പോക്സോ കേസിൽ ആർക്കും ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യാം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്ന ആ ഇര എന്ന് അവകാശപ്പെടുന്നവർ, യഥാർത്ഥ പ്രതികൾ, അവർ സേഫ് സോണിലാണ്. അവരുടെ പേരെവിടെയും വരില്ല, അവരാരാണെന്ന് വരില്ല, എവിടെയുള്ളവരാണെന്ന് വരില്ല. അവരെ A to Z എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യപ്പെടും. അവരാണ് യഥാർത്ഥ പ്രതിയെങ്കിലും. ഈ സാധു ഉണ്ടല്ലോ, യഥാർത്ഥ ഇര, അവന്റെ പടം എല്ലായിടത്തും ഒട്ടിക്കും. ആ ചാനലുകൾ കൊണ്ടുവന്ന് ഒട്ടിക്കും, പേപ്പറിൽ ഒട്ടിക്കും, സോഷ്യൽ മീഡിയ ഒട്ടിക്കും, മൊത്തത്തിൽ അരച്ച് ചുവരിൽ അങ്ങോട്ട് ഒട്ടിക്കും. ഇതാണ് അവസ്ഥ. ഇതേപോലെ ചുവരിൽ ഒട്ടിക്കപ്പെട്ട ഒരു മദ്രസ അധ്യാപകനാണ്. ഈ കേസ് ഒറിജിനൽ കേസാണോ ഇല്ലാത്ത കേസാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു അന്തവും കുന്തവും ഇല്ലാത്തതാണ് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷെ ഒരു പോസിബിലിറ്റി പറയുന്നതാണ്. രണ്ട് വിഭാഗമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഈ കേസിൽ സംശയം ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ മുസ്ലിം വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഇപ്പൊ മുജാഹിദാന്റെ കുട്ടി മുജാഹിദും ഈ അധ്യാപകൻ ജമാഅത്തും ആണെന്നുണ്ടെങ്കിൽ ഈ കേസ് നടക്കാൻ സാധ്യതയില്ല. ഇനി കുട്ടി ജമാഅത്തും ഇയാൾ മുജാഹിദും ആണെന്നുണ്ടെങ്കിലും ഈ കുറ്റം നടക്കാൻ സാധ്യതയില്ല. അതായത് ഈ വാദി പ്രതി എന്ന് പറയുന്ന ഈ കുട്ടിയും മദ്രസ അധ്യാപകനും രണ്ട് വിഭിന്ന വിഭാഗക്കാരാണെങ്കിൽ, മുസ്ലിങ്ങളിലെ രണ്ട് വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റകൃത്യം നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. പക്ഷെ അത് കോടതിയിൽ തെളിയിക്കാൻ പറ്റൂല. എങ്ങനെ തെളിയിക്കും? എന്താണ് സുന്നി, എന്താണ് മുജാഹിദ് പറയാൻ പറ്റൂ? അവിടെ അതൊന്നും ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് ആ സാധുവിന് 20 വർഷം കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം മറ്റൊന്നാണ്. പോക്സോ കേസിന്റെ കാര്യം പറയണം. എന്തിനാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ നടക്കുന്നത്? ആരാണ് യഥാർത്ഥ മുസ്ലിം? ഇവിടുത്തെ സുന്നികളാണോ? സുന്നികളാണെങ്കിൽ ഏത് സുന്നികളാണ്? ജമാഅത്തെ ഇസ്ലാമിയാണോ? ജമാഅത്തെ ഇസ്ലാമി എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നിനെ അറിയുള്ളൂ. പിന്നെ സലഫികൾ എന്ന് പറയുന്നുണ്ട്, അതിപ്പോ 2 or 3 ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജിന്നുള്ളത് ജിൻ ഇല്ലാത്തതൊക്കെ പറയുന്നത് കേട്ട്. ഇതിൽ ഏതാണ് ശരി? ഏതാണ് യഥാർത്ഥ മുസ്ലിം? ആരാണ് നബിയുടെ യഥാർത്ഥ പിന്മുറക്കാര്, പിൻപറ്റിക്കൊണ്ട് പോരുന്നവർ? അപ്പൊ ബാക്കിയുള്ള ഒരാൾ അല്ല ഏത് മേൽവിലാസത്തിൽ വരും? അത് എനിക്കറിയാൻ മേല. ഒന്ന് പറഞ്ഞു തരണം. ഇങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ പോക്സോ കേസിലൊക്കെ കുടുക്കി സായുജ്യം അടയുമ്പോ ഈ നരകവും ഈ സ്വർഗവും ഈ ദൈവത്തെയും ഈ പ്രവാചകനെയൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.